ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 86-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തു നിസായിലെ 45 തുടങ്ങി 51 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മൾ ലാസ്റ്റ് പേജിൽ തയമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി. അത് കഴിഞ്ഞ് അവസാനം അള്ളാഹു വേദഗ്രന്ഥത്തിൽ നിന്നും ഒരംശം നൽകിയ ആളുകളെക്കുറിച്ചാണ് പറഞ്ഞത്. അതാരാണ്? യഹൂദികളെ കുറിച്ചിട്ടാണല്ലേ. അവരെ കുറിച്ചിട്ട് പറഞ്ഞു, അവർക്ക് സന്മാർഗം കിട്ടിയിട്ടുണ്ട്. വേദഗ്രന്ഥം കിട്ടുക എന്ന് വെച്ചാൽ എന്താ? സന്മാർഗം കിട്ടിയ ആളുകളാണ്. എന്നിട്ടും അവർ അതിനെ വേണ്ടാന്ന് വെച്ചിട്ട് മോശമായ മാർഗം, ദുർമാർഗമാണ് അവർ വാങ്ങിയത്. അവർ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളാണെന്ന്. അവരുടെ ആഗ്രഹം എന്താണ്? നിങ്ങളും എങ്ങനെയെങ്കിലും ഒന്ന് വഴി പിഴച്ചു പോയെങ്കിൽ എന്നാണ് അവരുടെ ആഗ്രഹം അല്ലേ. സത്യവിശ്വാസികൾ ഈ നല്ല മാർഗത്തിൽ നിന്നും നേരായ മാർഗത്തിൽ നിന്നും വഴിതെറ്റിപ്പോണം എന്നാണ് അവരുടെ ആഗ്രഹം എന്നാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നത്. ഇനി തുടർന്നുള്ള ആയത്തിലും ഇവരെ കുറിച്ച് തന്നെയാണ് അള്ളാഹു പറഞ്ഞു തന്നെ. നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലാഹു അഅലമു ബിഅഅദാഇകും വകഫാ ബില്ലാഹി വലിയ്യൻ വകഫാ ബില്ലാഹി നസീറാ. ഇവിടെ അള്ളാഹു പറയണത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ശത്രുക്കൾ ആരാന്ന് അള്ളാഹ്ക്ക് ഏറ്റവും നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് സഹായത്തിനും നിങ്ങൾക്ക് ബന്ധുവായിട്ടും അള്ളാഹു തന്നെ മതിയെന്ന് സത്യവിശ്വാസികളെ ഉണർത്തുകയാണ്. അള്ളാഹു സത്യവിശ്വാസികൾക്കൊരു ആശ്വാസം നൽകുകയാണല്ലേ. നിങ്ങളെന്തായാലും അവർ സഹായിക്കൂല, അവരുടെ സഹായം നിങ്ങൾക്ക് ആവശ്യവുമില്ല, അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് അള്ളാഹു പറഞ്ഞു തരാണ്. അപ്പോൾ ആയത്ത് ഇങ്ങനെയാണ്: അള്ളാഹു അഅലം എന്ന് വെച്ചാൽ എന്താണ്? ഏറ്റവും അറിയുന്നവൻ, ഏറ്റവും നന്നായിട്ട് അറിയണം. അലിമ എന്ന് വെച്ചാൽ അറിഞ്ഞു എന്നാണ്. അഅലം എന്ന് വരുമ്പോൾ അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഏറ്റവും നന്നായി അറിയുന്നവനാണ്. ബി അഅദാഇകും, ആരാണ്? ശത്രു. അപ്പം നിങ്ങളുടെ ശത്രുക്കളെ പറ്റി അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നവനാണ്. കഫ എന്ന് വെച്ചാൽ മതി, മതി. ബില്ലാഹി, നിങ്ങൾക്ക് അള്ളാഹു തന്നെ മതി. വലിയൻ ആരാ? ബന്ധു അല്ലെങ്കിൽ മിത്രം എന്നൊക്കെ അർത്ഥം. നിങ്ങൾക്ക് കൂട്ടുകാർ ആര് മതി? അള്ളാഹു തന്നെ മതി. വകഫ ബില്ലാഹി നസീറ. കഫ എന്ന് വെച്ചാൽ മതിയായി, ബില്ലാഹി അള്ളാഹു തന്നെ മതി, നസീറ എന്ന് വെച്ചാൽ സഹായി. നിങ്ങളെ സഹായിക്കാനായിട്ട് അള്ളാഹു തന്നെ മതി എന്നാണ് ഇവിടെ പറയണത്. ഇനി ഈ യഹൂദികളുടെ ഒരു സ്വഭാവം നമ്മൾ സൂറത്തുൽ ബക്കറയിലൊക്കെ മനസ്സിലാക്കിയത് തന്നെയാണ്. അത് തന്നെയാണ് അള്ളാഹുവിടെ വീണ്ടും ഒന്ന് ഉണർത്തുകയാണ് അവരെ സ്വഭാവത്തെക്കുറിച്ചിട്ട്. മിനല്ലദീന ഹാദു എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് യഹൂദരായവരിൽ കുറച്ചു പേര് എന്നാണ് അർത്ഥം. അപ്പം യഹൂദർ എന്നല്ല പറയണത്, യഹൂദരായി തീർന്നവരിൽ കുറച്ച് ആളുകൾ ഉണ്ട്. അവരുടെ സ്വഭാവമാണ് പറയണത്. അപ്പം എന്തുകൊണ്ടാണ് ഈ യഹൂദരായി തീർന്നവർ എന്ന് പറയണത്? ഇവരൊക്കെ മുമ്പ് ആരായിരുന്നു? ശരിക്കും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ അനുയായികളായിരുന്നു അല്ലേ. മൂസാ നബിയുടെ അനുയായികളായിരുന്നു അവർ. പിന്നീട് യഹൂദ മതം അവർ തന്നെ സ്വീകരിച്ച് അവരങ്ങനെ യഹൂദികളായി മാറിയതാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. അപ്പോൾ ഈ യഹൂദികൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ വാക്കുകളെ മാറ്റിമറിച്ച് പറയും. നമ്മൾ പറഞ്ഞു ദ്വയാർത്ഥത്തിലൊക്കെ പറയുന്നു ഒരു വാക്കിന് തന്നെ. ഇപ്പോൾ റായിന എന്നുള്ള വാക്കിന് പകരം അവർ റായിന എന്ന് പറയും, കുറച്ച് നീട്ടി അർത്ഥം മാറ്റി പറയും. ഇപ്പോൾ നമ്മൾ സൂറത്തുൽ ബക്കറയിൽ പഠിച്ചപ്പോൾ അള്ളാഹു എന്താ പറഞ്ഞത്? സത്യവിശ്വാസികളെ നിങ്ങൾ ഉള്ളൂർന, ഞങ്ങളെ ഇങ്ങോട്ട് നോക്കണേ, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ചോദിക്കണമെങ്കിൽ ഞങ്ങളെ പരിഗണിക്കണേ എന്നാണ് റായിന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. പക്ഷെ അവരതിനെ ഒന്ന് വളച്ചൊടിച്ചുകൊണ്ട് വേറെ അർത്ഥത്തിലെ മോശം അർത്ഥത്തിലാക്കിയിട്ട് പ്രവാചകനെ കളിയാക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു അസ്സലാമു അലൈക്കും എന്ന് വെച്ചാൽ അള്ളാഹു അതിൻ്റെ ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുമ്പോൾ ഇവർ പറയും എന്താ? അസ്സാമു അലൈക്കും. അസ്സാമ എന്ന് വെച്ചാൽ വിഷം എന്നാണ് അർത്ഥം. അപ്പം നീ നശിച്ചു പോട്ടെ എന്നുള്ള അർത്ഥത്തിൽ അസ്സാമു അലൈക്കും. ആ ഒരു വാക്കേ മാറിയുള്ളൂ, അപ്പം അർത്ഥം മുഴുവൻ മാറിയല്ലോ. അങ്ങനെ വാക്കുകളെ മാറ്റി മറിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്ന ഒരു സ്വഭാവം അവർക്ക് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവർ പറയും സമിഅന വഅസൈന എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സത്യവിശ്വാസികളെ ഉപദേശിക്കുമ്പോൾ സത്യവിശ്വാസികൾ എന്താ പറയുക? ഞങ്ങൾ കേട്ടു, പ്രവാചകൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. ആ സ്വഹാബത്ത് എങ്ങനെയായിരുന്നു? പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ അത് ജീവിതത്തിൽ പകർത്തുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഈ ജൂതന്മാരിത് കേൾക്കുമ്പോൾ എന്ത് പറയും? ഈ സത്യവിശ്വാസികൾ പറയണ പോലെ സമിഅന വഅതഅന, എന്ന് വെച്ചാൽ അനുസരിച്ചു എന്നാണ്. അനുസരിച്ചു എന്ന് പറയണതിന് പകരം ഞങ്ങൾ കേട്ടു പക്ഷേ അനുസരിക്കാൻ തയ്യാറല്ല എന്നാണ് അവർ പറയുന്നത്. വഅസൈന പറയണ രീതി എങ്ങനെയാണ്? സത്യവിശ്വാസികൾ പറയണ പോലെ പറയും, പക്ഷേ ഉദ്ദേശിക്കണത് ഇങ്ങനെയാണ്. അപ്പോൾ സമിഅന എന്ന് അവർ ഉറക്കെ പറയും, വഅസൈന എന്ന് പതുക്കെയും പറയും. മറ്റൊരു ശരിക്കും സമിഅന വഅതഅന അവർ ഉറപ്പിച്ച് തന്നെയാണ് പറയണത്, അവരത് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഇവരുടെ ഓരോ സ്വഭാവങ്ങൾ പറയാണ്. അതുപോലെ തന്നെ
വസ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ കേൾക്കണം എന്നാണ്. ഗൈറ മുസ്മൈൻ, എന്നാൽ നിനക്ക് കേൾക്കാൻ പറ്റാതിരിക്കട്ടെ എന്ന് ഇവർ പറയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേനെ വാക്കുകൾ കൊണ്ട് പരിഹസിക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട്. അതാണ് അള്ളാഹു അടുത്ത ആയത്തിൽ പറയണത്. മിനല്ലദീന ഹാദു, യഹൂദരായവരിൽ പെട്ട ചില ആളുകൾ, യുഹരിഫൂനൽ കലിമ, അവർ വാക്കുകളെ മാറ്റിമറിക്കുന്നു അല്ലെങ്കിൽ തെറ്റിച്ചു പറയുന്നു, അമ്മവാലിഹി, അതിൻ്റെ സ്ഥാനത്ത് നിന്ന്. ഇപ്പം നമ്മൾ പറഞ്ഞു റായിന എന്നുള്ളതിന് പകരം റായിന എന്ന് നീട്ടി അങ്ങോട്ട് പറയും. ചെറിയ ചെറിയ അല്ലെ, അസ്സാമു അലൈക്കും, അസ്സലാമുല അല്ല അങ്ങോട്ട് കണ്ടിട്ട് അസ്സാമു അലൈക്കും. അങ്ങനെ വാക്കുകളെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടാണ് ഇവർ പറയണത്. വയക്കൂലൂന, അവർ പറയുകയും ചെയ്യും, സമിഅന വ അസ്വൈന, സമിഅന എന്ന് വെച്ചാൽ ഞങ്ങൾ കേട്ടു, വ അസ്വൈന ഞങ്ങൾ അനുസരണക്കേട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന്. ഞങ്ങളത് പറഞ്ഞത് അനുസരിക്കൂല എന്നാണ് അവർ പറയണത്. പിന്നെ അവർ പറയും വസ്മ, കേൾക്കണം, ഗൈറ മുസ്മഇൻ, എന്നാൽ കേൾക്കുവാൻ സാധിക്കാതിരിക്കട്ടെ എന്ന് പറയും. പിന്നെ പറയുന്ന ഒരു കാര്യമാണ് റായിന. നമ്മൾ സൂറത്തുൽ ബഖറയിൽ പഠിച്ച അതേ വാക്കന് ഇവിടെ പറയാണ്. റായിന വെച്ചാൽ ഞങ്ങളെ ഗൗനിക്കണം എന്നാണ്. അതിനെയും ഇവർ മാറ്റിയിട്ടാണ് പറയുക. ലയ്യം ബി അൽസിനത്തിഹിം, ലയ്യം എന്ന് വെച്ചാൽ വളച്ചൊടിച്ചുകൊണ്ട്, ലിസാനു എന്ന് വെച്ചാൽ നാവ്, അപ്പം അൽസിനത്ത് നാവുകളെ, അപ്പം അവരുടെ നാവുകളെ വളച്ചൊടിച്ചുകൊണ്ട് അവരിങ്ങനെ വാക്കുകളെയൊക്കെ മാറ്റി പറയണ ആളുകളാണ്. തഅനം ഫിദ്ദീൻ, തഅന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ഷേപിക്കുക അല്ലെങ്കിൽ കുത്തിപ്പറയുക എന്നൊക്കെ അർത്ഥം. ഫിദ്ദീൻ, മതത്തിനെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഇവരിങ്ങനെ പരിഹസിച്ചുകൊണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചുകൊണ്ട് വാക്കുകളെ മാറ്റിമറിച്ച് പറയുന്ന ആളുകളാണ് എന്നാണ് അള്ളാഹു പറയണത്. ഇനി പറയണം അവരെങ്ങനെയായിരുന്നു പറയേണ്ടത് എന്നാണ് അള്ളാഹു ഇനി പറയണത്. വലൗ അന്നഹും, അവർ ആയിരുന്നെങ്കിൽ, ഖാലു ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, സമിഅന വ അതഅന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞിരുന്നതെങ്കിൽ, പിന്നെ പറയേണ്ടത് വസ്മ വൽനുർന, ഞങ്ങൾ കേട്ടു, ഞങ്ങളെ ഒന്ന് ഗൗനിക്കണേ എന്നും, ഞങ്ങളെ കേൾക്കണം എന്നും ഞങ്ങളെ ഗൗനിക്കണേ എന്നുമാണ് അവർ പറയുന്നതെങ്കിൽ, ലകാന ഖൈറൻ ലഹും, എന്നാൽ അതായിരുന്നു അവർക്ക് ഏറ്റവും ഉത്തമമായത് എന്ന് അള്ളാഹു പറയാണ്. അക്വമ എന്ന് വെച്ചാൽ എന്താണ്, ഏറ്റവും ചൊവ്വായതും അങ്ങനെ പറയലായിരുന്നു. വലാക്കിൻ, പക്ഷേ, ലഅനഹുമുള്ള, ലഅനത്ത് എന്താണ്, ശാപം അല്ലേ, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ശപിച്ചത്? ബി കുഫ്രിഹിം, അവരുടെ കുഫർ കൊണ്ട്, അവരുടെ അവിശ്വാസം നിമിത്തമാണ്. ഫലാ യുഅ്മിനൂന ഇല്ലാ ഖലീല, അവർ വിശ്വസിക്കുകയില്ല അല്പമല്ലാതെ, അള്ളാഹുവിൽ പ്രവാചകരിലൊന്നും അവർ വിശ്വസിക്കൂല എന്ന് അള്ളാഹു സത്യവിശ്വാസികൾക്ക് പറഞ്ഞു തരാണ്. അപ്പോൾ ഇത് നമ്മൾ സൂറത്തുൽ ബഖറയിൽ മനസ്സിലാക്കിയ അതേ സംഭവം തന്നെ അള്ളാഹു ഒന്നും കൂടി പറഞ്ഞു തരാണ്. ഈ യഹൂദരായവരിൽ കുറച്ചാളുകൾ അവർ വാക്കുകളെ മാറ്റിമറിക്കും. എന്നിട്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാനായിട്ട് അവർ സ്ഥിരമായി ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകൾ പറഞ്ഞു തരാണ്. സമിഅന വ അസ്വൈന എന്ന് പറയും, പിന്നെ വസ്മ ഗൈറ മുസ്മഇൻ എന്ന് പറയും, അല്ലെങ്കിൽ റായിന എന്ന് പറയും. ഇതൊക്കെ ഈ വാക്കുകളൊക്കെ അവർ ദ്വയാർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർ പറയേണ്ടത് എങ്ങനെയായിരുന്നു? ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെന്നും, ഞങ്ങളെ ഒന്ന് കേൾക്കണം, ഞങ്ങളെ ഗൗനിക്കണം എന്നൊക്കെയാണ് ഇവർ പറയേണ്ടിയിരുന്നത്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അതായിരുന്നു അവർക്ക് ഏറ്റവും നല്ലത്. പക്ഷെ അവരങ്ങനെ ചെയ്യാത്തത് കൊണ്ട്, അവരുടെ അവിശ്വാസവും സത്യനിഷേധവും കൊണ്ട് അള്ളാഹു അവരെ ശപിച്ചിരിക്കുകയാണെന്നാണ് ഈ ആയത്തിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നത്. അവരെ അല്പമല്ലാതെ വിശ്വസിക്കുകയില്ല എന്നും പറഞ്ഞു. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു ഈ വേദക്കാരെ ഉപദേശിക്കുകയാണ്. ഈ വേദക്കാരെ നിങ്ങളുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു അവതരിപ്പിച്ച ഈ ഗ്രന്ഥത്തിൽ, അതായത് ഈ ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾക്ക് ഇനി ഒരു ദിവസം വരാനുണ്ട്. അതിനു മുമ്പായിട്ട്, ഏതാണ് ദിവസം? അന്ത്യനാളിനെ കുറിച്ചിട്ടാണ് അള്ളാഹു പിന്നെ പറയണത്. നിങ്ങളുടെ മുഖങ്ങളെ തുടച്ചു കളയുന്നൊരു ദിവസം, എന്നിട്ട് അതിനെ നിങ്ങളുടെ പിൻഭാഗത്തേക്കാകുന്നു. അതായത് അന്നത്തെ ഒരു ഭീകരത, അന്ന് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോണ അപമാനവും ശിക്ഷയൊക്കെയാണ് ഈ പറയണത്. ആ ഒരു ദിവസം വരണേലും മുമ്പ് ഞാൻ അവതരിപ്പിച്ച ഈ വേദഗ്രന്ഥത്തിൽ, നിങ്ങളുടെ കയ്യിലുള്ള വേദഗ്രന്ഥത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്, അതിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്നാണ് പറയണത്. അല്ലെങ്കിൽ ഇങ്ങനൊരു ശിക്ഷ വരികയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം മുമ്പ് ശബത്തിൻ്റെ ദിവസം അല്ലെങ്കിൽ ശബത്തിൻ്റെ ആളുകളെ അള്ളാഹു ശപിച്ചതുപോലെ അങ്ങനെ ഒരു ശാപം വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ വിശ്വസിക്കൂ എന്നാണ് അള്ളാഹു ഇവിടെ പറയണത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഈ ബൈബിളും തോറയൊക്കെ അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സത്യമാണെന്നാണോ? അല്ല അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ബൈബിളിലാണെങ്കിലും തോറയിലായാലും അള്ളാഹുവിൻ്റെ വചനങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ഇവരുടെ ഇഷ്ടത്തിന് മാറ്റിമറിച്ച കുറേ ആയത്തുകളും അല്ലെങ്കിൽ കുറേ വചനങ്ങളും ഉണ്ടല്ലേ. അവരുടെ ഇഷ്ടം, അവർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത നല്ല കാര്യങ്ങൾ, അള്ളാഹു ഉപദേശിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ അതിൽ നിന്ന് കളഞ്ഞിട്ടുമുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളത് കുറേ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിലുള്ള ബൈബിളിൽ എന്താണ് യേശുവിനെ കുരിശിൽ തറച്ചു എന്നും അല്ലേ, പിന്നീട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും ദൈവത്തിൽ നിന്നുള്ളൊരു ഗ്രന്ഥമല്ലല്ലോ. യേശുവിൻ്റെ ശിഷ്യന്മാരായ ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം, പൗലോസ്, യോഹന്നാൻ ഇവരൊക്കെ എഴുതിയ സുവിശേഷങ്ങളാണ്. അപ്പോൾ ഒരിക്കലും ദൈവത്തിൽ നിന്ന് വന്ന അല്ലെങ്കിൽ യേശു പഠിപ്പിച്ച ഒരു ഗ്രന്ഥത്തിൽ ഒരിക്കലും പറയൂലല്ലോ യേശുവിനെ കൊന്നിട്ടുണ്ട്, കുരിശിലേറ്റിയിട്ടുണ്ട്, 3-ാം നാൾ എഴുന്നേറ്റിട്ടുണ്ട് എന്നൊന്നും പറയൂലല്ലോ. അപ്പോൾ സത്യപ്പെടുത്തുക എന്ന് ഉദ്ദേശിച്ചത് എന്താ? അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ വഴി അള്ളാഹു ഇവർക്ക് എത്തിച്ചു കൊടുത്ത ആ വേദഗ്രന്ഥത്തിൽ ഉള്ള കാര്യങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ പ്രവാചകനും ഈ അടുത്ത വേദഗ്രന്ഥവും വന്നിട്ടുള്ളത്. കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, യഹൂദ പണ്ഡിതന്മാർക്കും ക്രിസ്തീയ പണ്ഡിതന്മാർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം ഇനിയൊരു പ്രവാചകൻ വരാനുണ്ടെന്നും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നൊക്കെ അവർക്കറിയാം. പക്ഷേ അവരിൽ നിന്നുള്ളതല്ലാത്തത് കൊണ്ടാണ് അവരതിൽ വിശ്വസിക്കാത്തതെന്നൊക്കെ നമ്മൾ സൂറത്തുൽ ബഖറയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ആയത്ത് നമുക്ക് നോക്കാം. യാ യുഹല്ലദീന ഊത്തുൽ കിതാബ്, ഹേ വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ, ആമിനു നിങ്ങൾ വിശ്വസിക്കൂ എന്നാണ് പറയണത്. ബിമാ നസ്സൽന നാം അവതരിപ്പിച്ചതിൽ, മുസദ്ദിഖൻ ലിമാമാക്കും, മുസദ്ദിഖൻ എന്ന് വെച്ചാൽ എന്താണ്? സത്യമാക്കിയത് അല്ലെ, സത്യമാക്കിക്കൊണ്ട്, ലിമാമാക്കും നിങ്ങളുടെ കൂടെ ഉള്ളതിനെ സത്യമാക്കിക്കൊണ്ട് ഞാൻ അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്നാണ് അള്ളാഹു പറയണത്. മിൻ ഖബ്ലി മുൻപായി, ഇനിയൊരു സംഭവം വരാനുണ്ട്, അതിന് മുമ്പായിട്ട് നിങ്ങൾ വിശ്വസിക്കണം. അവസാനം മരണം കാണുന്ന സമയത്ത് വിശ്വസിച്ചിട്ട് കാര്യമില്ല അല്ലേ. അപ്പം എന്തിനു മുമ്പായി എന്നാ പറയണത്? അന്നത്തുമിസവുജൂഹ, തൊമസാന്ന് വെച്ചാൽ തുടച്ചു നീക്കുക അല്ലെങ്കിൽ മായ്ച്ചു കളയുക എന്നൊക്കെയാണ്. അപ്പം നിങ്ങളുടെ മുഖങ്ങളെ തുടച്ചു നീക്കുന്നതിന് മുൻപായിട്ട് ഫനറുദ്ദഹ, എന്നിട്ട് അതിനെ ആക്കുന്നതാണ്. റദ്ദാന്ന് വെച്ചാൽ മടക്കുക അല്ലെ, അതിനെ നാം ആക്കും. എങ്ങനെയാക്കും? അല അദ്ബാരിഹ, അവയുടെ പിൻവശങ്ങളിലേക്ക്, അതായത് മുഖത്തിനെ തിരിച്ചു കളയുന്ന ഒരു ദിവസം, ആ ഖിയാമത്ത് നാളാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ ഒരു ദിവസം നിങ്ങളെ തുടച്ചു നീക്കുന്ന ദിവസം, അല്ലെങ്കിൽ നിങ്ങളെ മുഖങ്ങളെ തിരിച്ചു കളയുന്ന ദിവസം എന്ന് പറയുന്നത് ഖിയാമത്ത് നാളിനെ ഉദ്ദേശിച്ചിട്ടാണ്. അല്ലെങ്കിൽ എന്താ? ഔ നൽ അനഹും, അല്ലെങ്കിൽ നാം അവരെ ശപിച്ചതുപോലെ, കമാല അന്ന അസ്ഹാബ സബത്ത്, ശബത്തിന്റെ ആളുകളെ ശപിച്ചതുപോലെ നാം ശപിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഇതിൽ വിശ്വസിക്കൂ എന്നാണ് അള്ളാഹു ഈ വേദക്കാരോട് പറയണത്, ഈ ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും അള്ളാഹു പറയണത്. വകാന അംറുല്ലാഹി മഫ്ഊല, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രവർത്തിക്കുന്നത് തന്നെയാണ്, പ്രവർത്തനത്തിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ ദിവസം എന്തായാലും വരും. അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാവുക അല്ലെങ്കിൽ അന്ത്യനാൾ ഉണ്ടാവും അല്ലേ, ഇവരുടെ മുഖങ്ങളെ തുടച്ചു കളയുന്ന ഒരു ദിവസം എന്തായാലും ഉണ്ടാവും. അള്ളാഹുവിൻ്റെ കൽപ്പന വെറുതെ ഇങ്ങനെ ഭീഷണി മാത്രമല്ല, അത് പ്രവർത്തനത്തിൽ വരുത്തുന്നത് തന്നെയാണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾ വിശ്വസിച്ചോളൂ എന്നാണ് അള്ളാഹു ഇവരെ ഉപദേശിക്കുന്നത്. അടുത്ത ഒരായത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന ഒരായത്തും, ഇനി അവിശ്വാസികളെ ശിർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന ഒരായത്തുമാണിത്. നമുക്ക് നോക്കാം എന്താന്ന് കേട്ടോ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമാ. ഇവിടെ അള്ളാഹു പറയണത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അള്ളാഹുവിനോട് പങ്കു ചേർത്താൽ അഥവാ അള്ളാഹുവിനോട് സമന്മാരെ ഉണ്ടാക്കിയാൽ, ഷിർക്ക് ചെയ്താൽ ആ ഒരു തെറ്റ് അള്ളാഹു ഒരിക്കലും പുറത്തു തരൂല. പക്ഷേ ബാക്കിയുള്ളതൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു തരും എന്നാണ് പറയണത്. ഷിർക്ക് ഒഴിച്ച് ബാക്കിയുള്ള തെറ്റുകളൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചാൽ പുറത്തു തരും. ഇനി ആരെങ്കിലും ഷിർക്ക് ചെയ്താൽ അവൻ മനസ്സിലാക്കിക്കോ, അവൻ ഏറ്റവും വലിയ പാപമാണ് ചെയ്തിരിക്കുന്നത്, കെട്ടിയുണ്ടാക്കിയത് ഏറ്റവും വലിയ പാപമാണ് എന്നാണ് അള്ളാഹു പറയണത്. അപ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഷിർക്ക് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ, അവനിൽ നിന്ന് വന്നുപോയ വീഴ്ചകളൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചാൽ പുറത്തു തരും. ഒരു സന്തോഷമല്ലേ അത്? കാരണം ഷിർക്ക് നമ്മൾ ചെയ്യണില്ല എന്ന് ഉറപ്പിച്ചാൽ, പക്ഷേ ഷിർക്ക് ചെയ്യില്ല എന്ന് ഉറപ്പിക്കാൻ അത്ര എളുപ്പമല്ല. നമുക്ക് സ്വന്തം തോന്നുന്നുണ്ടാവോ ഞാനൊന്നും ഷിർക്ക് ചെയ്യൂല ഒരിക്കലും എന്നൊക്കെ. പക്ഷേ ഷിർക്കിനെ കുറിച്ച് അള്ളാഹു ഖുറാനിൽ പറഞ്ഞെന്താണ്? ഒരു കറുത്ത പാറയിൽ ഇരുട്ടുള്ള ഇരുട്ടിൽ കറുത്ത നിറമുള്ള ഉറുമ്പ് അരിച്ചു കയറുന്നത് പോലെ ഷിർക്ക് നിങ്ങളിലേക്ക് വരും എന്നാണ്. കാരണം നമ്മൾ അത്രേ അറിയൂല, നമ്മൾ അറിയാത്ത രീതിയിലാണ് ഷിർക്ക് നമ്മളിലേക്ക് കടന്നുകൂടാ. നമ്മളിപ്പോൾ ഒരിക്കലും ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോയി ആരാധിക്കാനോ അല്ലെങ്കിൽ ഖബറിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാനോ ഒന്നും പോകുന്നുണ്ടാവില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് തോന്നരുത്, പടച്ചോനെ അത് കാരണമാണോ ഇത് വന്നത്, അങ്ങനെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇങ്ങനെ ആവൂലായിരുന്നു, അങ്ങനെയും വിചാരിക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണ ഓരോ കാര്യവും അള്ളാഹു നേരത്തെ തന്നെ എഴുതി തയ്യാറാക്കി നിശ്ചയിച്ച് വെച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് വിട്ടിട്ടുള്ളത്.
അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊരു ബുദ്ധിമുട്ട് നമ്മൾ നേരിട്ടാലും അത് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക, ഇതെൻ്റെ റബ്ബ് എനിക്ക് തീരുമാനിച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ക്ഷമിക്കുക, അള്ളാഹുവിൻ്റെ തൗഹീദ് വെടിയാതെ അള്ളാഹുവിൽ മാത്രം അർപ്പിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഷിർക്ക് ചെയ്യണ ആളുകൾ മനസ്സിലാക്കിക്കോ, ഇപ്പോൾ ഷിർക്ക് ചെയ്യുകയാണ് അല്ലേ. ഒരാൾ ഷിർക്ക് ചെയ്തു, ഖുറാനൊക്കെ പഠിച്ച ആൾക്ക് മനസ്സിലായി ഇത് തെറ്റാണ്, എന്നിട്ട് പാപമോചനം തേടി ആൾ നേരായ വഴിയിലോട്ട് വന്നാൽ അള്ളാഹു ഷിർക്ക് പുറത്തു കൊടുക്കും അല്ലേ. ഇവിടെ പറഞ്ഞ എന്താണ്, ഷിർക്ക് ഒരിക്കലും പൊറുക്കൂല എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ, ആ ഷിർക്ക് ചെയ്തുകൊണ്ട് തന്നെ അയാൾ മരണപ്പെട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്നാൽ അള്ളാഹു ഒരിക്കലും അത് പുറത്തു തരൂല, അവർക്ക് പിന്നെ നരകത്തിൽ നിന്ന് യാതൊരു മോചനവും ഉണ്ടാവൂല എന്നാണ് അള്ളാഹുവിടെ പറയണത്. അപ്പം ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു ലാ യഗ്ഫിറു, ഗഫറാന്ന് വെച്ചാൽ എന്താ, പുറത്തു, ലാ യഗ്ഫിറു പൊറുക്കൂല, അൻ യുഷ്റക ബിഹി അവനോട് പങ്കു ചേർക്കപ്പെടുന്നത്, വയഗ്ഫിറു അവൻ പൊറുക്കും, മാ ദൂന ദാലിക് അതിന് പുറമേ ഉള്ളത്, ലിമൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. അള്ളാഹു ഉദ്ദേശിക്കണം, അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അവർ ചെയ്ത തെറ്റുകളൊക്കെ, ശിർക്കല്ലാത്ത തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും എന്നാണ് പറഞ്ഞത്. വമൻ യുഷ്രിക് ആരെങ്കിലും അള്ളാഹുവിനോട് പങ്കു ചേർത്താൽ, ബില്ലാഹി അള്ളാഹുവിനോട്, ഫഖദ് തീർച്ചയായും എന്നാൽ അവൻ ചെയ്തു, ഇഫ്തറ കെട്ടിച്ചമച്ചുണ്ടാക്കി, ഇസ്മൻ എന്ന് വെച്ചാൽ എന്താണ്, പാപം, അലീമ വമ്പിച്ചതായ പാപമാണ് അവൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയത് എന്നാണ് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞു തന്നത്. അപ്പോൾ ഷിർക്ക് എന്ന് വെച്ചാൽ എന്താണ്, അള്ളാഹുവിൻ്റെ സത്തയിലോ അല്ലെങ്കിൽ അള്ളാഹു പ്രവർത്തിക്കണ കാര്യങ്ങളിലോ പ്രവൃത്തിയിലോ അധികാരത്തിലോ അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങളിലോ വേറെ ആരൊക്കെങ്കിലും പങ്കുണ്ട് അല്ലെങ്കിൽ അതുപോലുള്ള കഴിവ് വേറെ ആരെങ്കിലും ഉണ്ട് എന്ന് വിചാരിക്കലാണ് ഷിർക്കല്ലേ. ഇപ്പോൾ അള്ളാഹുവിന് മറഞ്ഞ കാര്യങ്ങൾ അറിയാം, വേറെ ആരെങ്കിലും അറിയാൻ പറ്റുമോ? ഇപ്പോൾ പല ആളുകളും പറയുന്നത് ഇന്ന ഉലിയാക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാം, മഷി നോട്ടം അല്ലേ, മറഞ്ഞ കാണാണ്ടായ സാധനം കണ്ടുപിടിച്ച് തരുന്ന ആൾക്കാർ, അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ടല്ലേ. അപ്പോൾ ഒരിക്കലും ഒരു തരത്തിലുമുള്ള അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ മറ്റൊരാൾക്ക് ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കാണ്. ഇപ്പം മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഷിർക്ക് ചെയ്യണ ആളുകളാണ്, അവരെ പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലേ, ഷിർക്ക് ചെയ്യണ ആളുകളാണ് മുശ്രിക്കുകൾ. പക്ഷെ വേദക്കാരെ സംബന്ധിച്ചോ അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണല്ലേ. ഇപ്പോൾ ജൂതന്മാർ പറയണത് ഉസൈർ പ്രവാചകൻ അല്ലെ ഉസൈർ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പുത്രനാണെന്നാണ് അവർ വാദിക്കണത്. അപ്പം അത് ഷിർക്കാണ്. ഇപ്പോൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ പറയണത് എന്താ, ഈസാ നബി അലൈഹിസ്സലാം ദൈവപുത്രനാണെന്നാണ് പറയണത്. അപ്പം അങ്ങനെ ഓരോ വിഭാഗത്തിലും ഷിർക്ക് ചെയ്യണ ആളുകളുണ്ട്. മുസ്ലിമാണെന്ന് പറയുകയും ചെയ്യും, ഖബറിൻ്റെ അടുത്ത് പോയിട്ട് സഹായം തേടുന്ന ആൾക്കാരുണ്ട്, മഷി നോക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്, ഇനി അറബി അക്ഷരങ്ങളൊക്കെ എഴുതി പ്രശ്നം വെച്ച് നോക്കണ ആളുകളുണ്ട് അല്ലേ. അതെല്ലാം ഷിർക്ക് തന്നെയാണ്. അപ്പോൾ അള്ളാഹു പറഞ്ഞ എന്താണ്, ഷിർക്ക് ഒഴിച്ച് ബാക്കിയുള്ള തെറ്റുകളൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഏറ്റവും വലിയ ഔദാര്യമാണല്ലേ. ഒരിക്കലും അള്ളാഹുവിൻ്റെ കടമയല്ല, നിർബന്ധപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമല്ല. അള്ളാഹു നമ്മളോട് ചെയ്യണ ഏറ്റവും വലിയ ഔദാര്യമാണ്. മനുഷ്യ സഹജമായ തെറ്റുകൾ ഉണ്ടാവാം, അതൊക്കെ അള്ളാഹു പുറത്തു തരാമെന്നാണ് അള്ളാഹു പറയണത്. അപ്പോൾ അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഉണ്ട്. അതിലിങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, ഇങ്ങനെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ ഒരു അടിയാനും പിന്നീട് അതേ പ്രകാരത്തിൽ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ പറയണ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ ആള് വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും ഒക്കെ സ്വർഗത്തിൽ തന്നെ പോകുമെന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പോൾ അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഒന്നും കൂടി ചോദിക്കുകയാണ്, പിന്നെയും ചോദിച്ചു, അവൻ വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും സ്വർഗത്തിൽ പോവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു അതേന്ന് തന്നെ ഉത്തരം പറഞ്ഞു. അങ്ങനെ 4ാമത്തെ പ്രാവശ്യവും ഇദ്ദേഹം ചോദിക്കുകയാണ് സ്വർഗത്തിൽ പോകുമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, അബൂ ദർറിന് അനിഷ്ടമായാലും ശരി അതങ്ങനെ തന്നെയാണ്, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഹദീസ് കേട്ടിട്ട് ആരും വിചാരിക്കേണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി, പിന്നെ എന്ത് വൃത്തിയേട് കാണിച്ചാലും കുഴപ്പമില്ല സ്വർഗത്തിൽ കയറാം എന്നാണ് പറഞ്ഞേക്കണല്ലോ എന്ന് പറയരുത്. എന്താണെന്ന് വെച്ചാൽ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്, തൗഹീദിൽ വിശ്വസിച്ച് തൗഹീദിൽ തന്നെ മരണപ്പെടണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളൂ, ഇവൻ ചെയ്ത തെറ്റുകൾ പുറത്തു വരുന്നോ അവന് അതിൻ്റെ തെറ്റിനുള്ള ശിക്ഷ ലഭിക്കൂലാന്നോ അത്രയും നാൾ നരകത്തിൽ കിടക്കൂലാന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരു അടിയാനും സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല. അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയൊക്കെ അനുഭവിച്ചതിന് ശേഷം പിന്നീട് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാവണതല്ലേ. അപ്പോൾ ഈ ഹദീസ് നിഷേധിക്കുന്ന ആളുകളുണ്ട് അല്ലേ, ഹദീസ് നിഷേധികൾ എടുത്തുദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇതാണ്, കണ്ടായത് എങ്ങനെ ശരിയാവും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചില വിഡ്ഢികളുണ്ട്, എന്ത് വൃത്തിയേട് കാണിച്ചാലും വേണ്ടില്ല സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് രണ്ടും അല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കണത്, അള്ളാഹു തന്ന ഒരു വലിയ നിഅമത്താണ്. ശിർക്ക് ചെയ്യാത്ത ഒരാൾക്ക് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഔദാര്യമാണ്. അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അള്ളാഹു പുറത്തു തരും. അതെന്താണ്, മാനുഷികമായ തെറ്റുകൾ വരുമല്ലേ, നമ്മൾ എത്ര സൂക്ഷിച്ചാലും തെറ്റ് വരാത്ത മനുഷ്യന്മാരില്ല, നമ്മൾ തെറ്റിലോട്ട് മാറിപ്പോവും. പക്ഷേ ഉടനെ പശ്ചാത്തപിച്ച് നമ്മൾ മടങ്ങണം എന്നുള്ളതാണ് ഒരു കാര്യം.
അതേസമയം ഈ തെറ്റ് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന തെറ്റ് നമ്മളിൽ വർദ്ധിച്ചാൽ എന്തുണ്ടാവും? നമ്മൾ പശ്ചാത്തപിക്കാത്തടത്തോളം കാലം നമ്മളുടെ ഈമാൻ നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അപ്പോൾ ഏതൊരു തെറ്റ് വന്നാലും ഉടനെ തന്നെ പശ്ചാത്തപിക്കുക, പിന്നീട് ആ തെറ്റിലേക്ക് പോവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുക അല്ലേ. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് സ്വന്തമായിട്ട് സ്വയം പറയാണ് ഞാൻ ഭയങ്കര പരിശുദ്ധനാണ്, അല്ലെങ്കിൽ വേറൊരാളെ പരിശുദ്ധപ്പെടുത്തുന്ന ആളുകളുണ്ടല്ലോ അവരെ കുറിച്ചിട്ടാണ് പറയണത്. ഹേ, നിങ്ങൾ കണ്ടില്ലേ യാതൊരു കൂട്ടരെ, ഏത് കൂട്ടരെ? സ്വന്തം തങ്ങളുടെ ദേഹങ്ങളെ പരിശുദ്ധരാക്കുന്നവരെ. നമ്മൾ ചില ആളുകളെ കണ്ടിട്ടുണ്ടല്ലേ, മരിച്ചു കഴിഞ്ഞാൽ പറയും അവർ ഭയങ്കര പരിശുദ്ധരാണ്, പുണ്യാളന്മാരാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളെ നിങ്ങൾ കണ്ടില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കണേ. ഈ അലം തറ എന്ന് ഉദ്ദേശിക്കുന്നത് നീ കണ്ടില്ലേ എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല അല്ലേ, നീ അറിഞ്ഞില്ലേ, എങ്ങനൊരു കാര്യം നീ അറിഞ്ഞിട്ടില്ലേ? അത്ഭുതമായിട്ടും ചോദിക്കും, ഒരു വിഷമം നടക്കുന്നത് അയ്യോ അത് നിങ്ങൾ അറിഞ്ഞില്ലേ നമ്മൾ പറയില്ലേ, ആ ഒരു പ്രയോഗത്തിലാണ് ഈ അലം തറ എന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ പരിശുദ്ധപ്പെടുത്തുന്ന ആളുകളെ നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ അള്ളാഹു പറയണ എന്താണ്? അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു പരിശുദ്ധപ്പെടുത്തും. അള്ളാഹു ആരോടും ഒരു തരിമ്പ് പോലും അക്രമം കാണിക്കുകയില്ല എന്നാണ് അടുത്ത ആയത്തിൽ പറഞ്ഞു തന്നത്. നമ്മൾ സൂറത്തുൽ ബഖറ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇവരെ തന്നെ പുകഴ്ത്തി പറയൂ അല്ലേ. എന്താണ്? ഞങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരാണ്, ഞങ്ങൾ അങ്ങനെ നരകത്തിലൊന്നും കിടക്കേണ്ട വരില്ല. ഇനി അഥവാ കിടക്കേണ്ട വന്നാൽ തന്നെ വളരെ എണ്ണപ്പെട്ട ദിവസങ്ങൾ, ചുരുങ്ങിയ ദിവസങ്ങളെ കിടക്കേണ്ട വരുള്ളൂ. സ്വർഗത്തിൽ ഞങ്ങളല്ലാതെ മറ്റാരും പ്രവേശിക്കുകയില്ല എന്നൊക്കെ ഇവർ പറയണത് വർത്താനൊക്കെ നമ്മൾ സൂറത്തുൽ ബഖറയിൽ കണ്ടു അല്ലേ. അതാണ് ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അവരെ തന്നെ അങ്ങോട്ട് പുകഴ്ത്തി പറയാണ്. അപ്പം അള്ളാഹു പറയാണ് അള്ളാഹു ഉദ്ദേശിച്ചവരെ മാത്രമേ അള്ളാഹു പരിശുദ്ധപ്പെടുത്തുള്ളൂ. അള്ളാഹു ഒരാളോടും ഒരു അനീതിയും കാണിക്കൂല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ കുറേ പുണ്യാളന്മാരും വിശുദ്ധന്മാരുണ്ട്, ഔലിയാക്കളുണ്ട് അല്ലേ. മരിച്ചു കഴിയുമ്പോൾ പിന്നെ അവരെ അങ്ങോട്ട് ആളുകൾ ഔലിയാക്കന്മാരാക്കി അങ്ങോട്ട് തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ഇസ്ലാമിൽ പൗരോഹിത്യമില്ല അല്ലേ, പൗരോഹിത്യവും ഇല്ല, ഇതുപോലെ ആളുകളെ പരിശുദ്ധരാക്കണ പരിപാടിയും ഇല്ല എന്നാണ് അള്ളാഹുവിടെ പറഞ്ഞു തന്നത്. അപ്പോൾ ആയത്ത് നോക്കാം. അലം തറ, നീ കണ്ടില്ലേ, ഇലല്ലദീന യുസക്കൂന അംഫുസഹും, നിങ്ങൾ സ്വന്തം ദേഹത്തെ തന്നെ പരിശുദ്ധപ്പെടുത്തുന്ന ആളുകളെ നീ കണ്ടില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കണേ. ബൽ, പക്ഷേ അള്ളാഹു യുസക്കി മയ്യശാഉ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു പരിശുദ്ധപ്പെടുത്തുന്നു. വലാ യുദ്ലമൂന ഫതീല, ഒരു തരിമ്പ് പോലും അള്ളാഹു അവരോട് അക്രമം ചെയ്യുകയില്ല, ഒരാളോടും അള്ളാഹു അക്രമം ചെയ്യുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ച ഈ ഫതീല എന്നുള്ള വാക്ക്, ഫതീല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈത്തപ്പഴത്തിൻ്റെ കുരുവില്ലേ, അതിൻ്റെ ആ കുരുവും ഒരു ചാല് കാണാം. ആ ചാലിലുള്ള ഒരു നേരിയ നാര് പോലെയുള്ള ഒരു സാധനത്തിനാണ് ഈ ഫത്തീൽ എന്ന് പറയണത്. അത്ര പോലും, അതായത് അത്ര നിസ്സാരമായിട്ട് പോലും ചെറിയ ഒരളവ് പോലും അള്ളാഹു ആരോടും അക്രമം കാണിക്കില്ല എന്നാണ് പറഞ്ഞത്. ഒരു തരിമ്പ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു അംശം എന്നൊക്കെ പറയാനായിട്ട് അള്ളാഹു ഖുറാനിൽ ഈ ഈത്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ പല പല ഭാഗങ്ങളെ അള്ളാഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അത് നോക്കുകയാണെങ്കിൽ ഈ ഖിത്മീർ എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചേക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ ഈത്തക്കുരുവിനെ പൊതിഞ്ഞ് നിൽക്കണം, മറ്റേ ഉള്ളിത്തൊണ്ട് പോലത്തെ ഒരു സാധനമില്ലേ, അത്രയും നേരിയൊരു പാട, അതിനെയാണ് ഖിത്മീർ എന്ന് പറയുന്നത്. അപ്പോൾ അത്ര പോലും അള്ളാഹു അനീതി കാണിക്കില്ല എന്നർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നഖീറ എന്ന് ഖുറാനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ നഖീർ എന്ന് പറയുന്നത് എന്താണ്? ഈത്തപ്പഴത്തിൻ്റെ മുകൾ ഭാഗത്ത്, മുതുകു ഭാഗത്ത് ഒരു കുത്ത് പോലെ കാണുന്ന ഒരു ചെറിയൊരു കുഴിയുണ്ട്. ആ കുഴീനെയാണ് നഖീർ എന്ന് പറയണത്. അതും അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്. ഇവിടെ അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത് ഫത്തീല എന്ന് വെച്ചാൽ ആ ഈത്തപ്പഴത്തിൻ്റെ കുരുവും ഒരു ചാലുണ്ടാവും, അതിൻ്റെ ഉള്ളിലുള്ള ഒരു നേരിയ ഒരു നാരാണ് അത്. അപ്പോൾ അള്ളാഹു പറഞ്ഞ അത്ര നിസ്സാരം പോലും അള്ളാഹു അക്രമം കാണിക്കില്ല. ഏതൊരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ അവരെ നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈത്തപ്പഴവും ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ അല്ലേ. അപ്പോൾ അതിനെ വെച്ചിട്ടാണ് അള്ളാഹു ഖുറാനിൽ ഉപമിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ആയത്തിലും അള്ളാഹു പറയണത് നിങ്ങൾ നോക്കുക അവരെങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മേലെ ഓരോ കള്ളം കെട്ടിച്ചമയ്ക്കണതെന്ന്. അത് തന്നെ മതി അവർക്ക് സ്പഷ്ടമായ കുറ്റമായിട്ട്. ഈ അള്ളാഹു പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയാ അല്ലേ. ഇവർ പുരോഹിതന്മാരെയാണ് വലിയ ആൾക്കാരാക്കി വെച്ചിട്ടുള്ളത്. പുരോഹിതന്മാർ പറയണതിലപ്പുറം ഇവർക്ക് വേറെ കാര്യങ്ങളില്ല. അതാണ് അവർ അനുസരിച്ച് പോരുന്നതും. അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിന് അവർ വലിയ വിലയൊന്നും കൊടുക്കാറില്ല അല്ലേ. അപ്പോൾ അതാണ് അള്ളാഹു പറഞ്ഞ അടുത്തായത്. ഉൻലുർ, നിങ്ങൾ നോക്കുക, കൈഫ, എങ്ങനെയാണ്, യഫ്തറൂന, ഇഫ്തറ എന്ന് വെച്ചാൽ എന്താ, കെട്ടിച്ചമയ്ക്കുക, ഇഫ്തറൂന അലല്ലാഹിൽ കദിബ്, അള്ളാഹുവിൻ്റെ മേൽ അവർ വ്യാജം കെട്ടിച്ചമയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് നോക്കൂ എന്നാണ് അള്ളാഹു പറയണത്. വക്കഫാ ബിഹി, അത് തന്നെ മതി, കഫ എന്ന് വെച്ചാൽ എന്താണ്, മതി, അത് തന്നെ മതി, ഇസ്മം മുബീന, സ്പഷ്ടമായ കുറ്റമായിട്ട് അവർ ചെയ്യണ ഏറ്റവും വലിയ കുറ്റമായിട്ട് അത് തന്നെ ധാരാളം എന്നാണ് പറയണത്. എന്ത്, അവർ പ്രാർത്ഥിക്കുന്നുണ്ടാവും, ചിലപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ എന്താണ്, അള്ളാഹുവിൻ്റെ മേൽ അവർ വ്യാജം കെട്ടിച്ചമച്ചാൽ എന്താണ്, അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറയാ അല്ലേ.
ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരാണ് അല്ലേ, ഞങ്ങൾ സ്വർഗത്തിൽ ഞങ്ങൾ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ, ഞങ്ങൾ ഒരിക്കലും നരകത്തേക്ക് കിടക്കൂല. ഇങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇങ്ങോട്ട് പറയുക, അള്ളാഹു പറഞ്ഞ മാതിരി, അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞു എന്നും പറഞ്ഞിട്ട് കെട്ടിച്ചമച്ച് പറയുക. അത് തന്നെയാണ് അവരിലുള്ള ഏറ്റവും വലിയ തെറ്റ് എന്നാണ് അള്ളാഹു പറയണത്. ഇനി അടുത്ത ആയത്തിലും അള്ളാഹു ഇവരെക്കുറിച്ച് തന്നെയാണ് പറയണത്. നിങ്ങൾ കണ്ടില്ലേ, വേദത്തിൽ നിന്നൊരു ഭാഗം കൊടുത്ത ആളുകളെ നിങ്ങൾ കണ്ടില്ലേ എന്ന് വെച്ചിട്ട് അവർ പറയണത് എന്താ, ഇവർ വിശ്വസിക്കണം എന്താണ്, വേദമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവർ ഏറ്റവും മോശമായ കാര്യങ്ങളിലും ദുർമൂർത്തികളിലും പിന്നെ ക്ഷുദ്രമാർഗത്തിലും ഒക്കെയാണ് ഇവർ വിശ്വസിക്കണത്. എന്നിട്ട് അവർ പറയുകയും ചെയ്യും, എന്താ, ഈ കാഫറുകളോട്, ഈ മുശ്രിക്കുകൾ ഉണ്ടല്ലോ, അവരോട് പറയും, ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും അദ്ദേഹത്തിൻ്റെ അനുയായികളെക്കാട്ടും ഒക്കെ ഏറ്റവും നല്ല ആൾക്കാർ, നല്ല മാർഗം സ്വീകരിച്ചേക്കണത് നിങ്ങളാണ്, ഈ മുശ്രിക്കുകളോട് പോയി പറയും എന്നാണ് പറയണത്. അതിനൊരു സന്ദർഭമുണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ന സമയത്ത് മദീനയിലെ നേതാവായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അപ്പോൾ അവിടെ ജൂതഗോത്രങ്ങളും ഉണ്ട്, അറബ് ഗോത്രങ്ങളും ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ അവരുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കരാർ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിതൊക്കെ ബക്കറയിൽ പഠിച്ചതാണ് അല്ലേ, മദീന ചാർട്ടർ എന്നാണ് അത് അറിയപ്പെടുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കരാറുണ്ടാക്കി. ഈ ജൂതഗോത്രങ്ങൾ ഏതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മെയിനായിട്ടുള്ള ജൂതഗോത്രങ്ങൾ? ബനു നളീർ, ബനു ഖൈനുക, ബനു ഖുറൈള, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഇവരും അറബികളും ഒക്കെ തമ്മിൽ, അറബ് ഗോത്രങ്ങളും ഒക്കെ തമ്മിൽ ഒരു കരാറുണ്ടാക്കി. എന്താണ്, നമ്മൾ ഒറ്റക്കെട്ടാണ്, ഈ മദീനേനെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് അവരെ എതിർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കരാറ് നിലനിൽക്കെ തന്നെ ഈ ജൂത പുരോഹിതന്മാർ കുറച്ച് പേര് പോയിട്ട് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലെങ്കിൽ മദീനയിലുള്ള ആളുകളോ ഒന്നും അറിയാണ്ട് മക്കയിലോട്ട് പോയിട്ട് അവരെന്ത് ചെയ്തു, അവിടെയുള്ള മുശ്രിക്കുകളുമായിട്ട് ഒരു കരാറ് വെക്കാൻ വേണ്ടിയിട്ട് അവർ പോയി. കഅബ് ഇബ്നു അഷ്റഫ് എന്ന് പറയുന്ന ഒരു യഹൂദി പണ്ഡിതനും അയാളുടെ കൂടെ ഒരു 70 പേരും ഒക്കെ ആയിട്ടാണ് ഈ മുശ്രിക്കുകളെ കാണാൻ പോയത്. അവരെ അടുത്ത് പോയിട്ട് ഒരു രഹസ്യ കരാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഇവർ മുശ്രിക്കുകളോട് ചോദിച്ചു, നിങ്ങളുടെ നിലപാട് എന്താണ് ദീനിനെ കുറിച്ചിട്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെയാണ് അല്ലേ, അവർ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരൊന്നല്ല, പക്ഷേ അവർ അള്ളാഹുവിൻ്റെ കൂടെ വേറെ കുറേ വിഗ്രഹങ്ങളെയൊക്കെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പോരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരവരുടെ നിലപാട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും, ഹാജിമാർക്ക് ഞങ്ങൾ വെള്ളം കൊടുക്കും, അങ്ങനത്തെ അവർ ചെയ്യണ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഇയാൾ പറയാണ്, ഈ കഅബ് ഇബ്നു അഷ്റഫ് എന്ന് പറയുന്ന ആൾ ഈ മുശ്രിക്കുകളോട് പറയാണ്, നിങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ല ആൾക്കാർ, എന്തുകൊണ്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ നല്ലത് നിങ്ങൾ തന്നെയാണെന്ന് അവരോട് പറയാണ്. ആ ഒരു സന്ദർഭമാണ് ഈ പറയണത്. അപ്പോൾ ആ സമയത്ത് മുശ്രിക്കുകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തായാലും വേദത്തിൻ്റെ ആൾക്കാരാണല്ലോ, ഞങ്ങൾക്ക് വേദഗ്രന്ഥവും ഇല്ല, ഒന്നുമില്ല, വായിക്കാനൊന്നും അറിയാത്ത അറബികളാണ്, നിങ്ങൾക്ക് എപ്പോഴും കൂട്ടുകൂടാൻ നല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലേ, കാരണം നിങ്ങൾ പറയുന്ന ആശയങ്ങളുമായിട്ട് ഏതാണ്ട് യോജിച്ച് പോണ ആശയങ്ങളൊക്കെ തന്നെയാണ് മുഹമ്മദും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്നിട്ടപ്പോൾ ഇവർ പറയാണ്, കാരണം എന്താ, ഇവർക്കതിൽ നബീനെ അംഗീകരിക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് ഇവർ മുശ്രിക്കുകളോട് പറയാണ്, നിങ്ങളാണ് അവരെക്കാൾ നല്ല ആളുകൾ എന്ന് പറയാണ്. ആ ഒരു സന്ദർഭമാണ് ഇനി അടുത്ത ആയത്തിൽ പറയണത്. ആയതാണ്, അലം തറ, നീ കണ്ടില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞില്ലേ, ഇലല്ലദീന ഊതു നസീബം മിനൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ നിന്നും ഒരംശം കിട്ടിയ ആളുകളെ നിങ്ങൾ കണ്ടില്ലേ, അവരെന്ത് ചെയ്യും, യുഅ്മിനൂന, അവർ വിശ്വസിക്കുന്നു, ബിൽ ജിബ്തി, ജിബ്ത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷുദ്രമായത് എന്നാണ് അർത്ഥം. അതായത് എല്ലാവിധ അന്ധവിശ്വാസങ്ങൾ അല്ലേ, പക്ഷിശാസ്ത്രം, ശകുനം നോക്കൽ, പ്രശ്നം വയ്ക്കൽ, അതൊക്കെ വിഗ്രഹാരാധനയും സിഹറും ഒക്കെ അതിൽപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ പറഞ്ഞു ത്വാഗൂത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് അനുസരണക്കേടിൽ അതിരു കവിഞ്ഞ എല്ലാ ധിക്കാരികൾക്കും പറയണതാണ് ത്വാഗൂത്ത്. അതായത് അള്ളാഹുവിനെ അനുസരിക്കാണ്ടിരിക്കണതിൽ ഏറ്റവും ടോപ്പ് ആൾക്കാർ, പിശാചുക്കൾക്കും അള്ളാഹു അല്ലാത്ത എല്ലാ ആരാധ്യ വസ്തുക്കൾക്കും ആ വാക്ക് ഉപയോഗിക്കും അല്ലേ, വിഗ്രഹങ്ങൾക്കൊക്കെ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക, ത്വാഗൂത്ത് എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർ ഇതിലൊക്കെ വിശ്വസിക്കും, ഈ വിഗ്രഹങ്ങളിലും എല്ലാവിധ അന്ധവിശ്വാസങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ് അവർ. വയഖൂലൂന, എന്നിട്ട് അവർ പറയുകയും ചെയ്യും, ലില്ലദീന കഫറു, വിശ്വസിച്ചവരോട്, ഈ മുശ്രിക്കുകളോട് അവർ പറയുകയും ചെയ്യും, ഹാ ഉലാ, ഇക്കൂട്ടർ, നിങ്ങൾ ഹദാന്ന് വെച്ചാൽ നേർമാർഗം പ്രാപിച്ചു, അഹദാന്ന് വെച്ചാൽ നിങ്ങളാണ് ഏറ്റവും നല്ല നേർമാർഗം പ്രാപിച്ച ആളുകൾ, മിനല്ലദീന ആമനു, ആ വിശ്വസിച്ച ആളുകളെക്കാളും, സബീല, മാർഗം, ഇപ്പം സത്യവിശ്വാസികളെക്കാളും നിങ്ങളാണ് ഏറ്റവും നല്ല നേരായ മാർഗത്തിലുള്ളത് എന്ന് അവർ പറയുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകളാണ് ഈ വേദക്കാരെന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പേജിൽ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ്, നിങ്ങളുടെ ശത്രുക്കളെ കുറിച്ചൊക്കെ അള്ളാഹ്ക്ക് നന്നായി അറിയാം, നിങ്ങളെ സഹായിക്കാൻ അള്ളാഹു തന്നെ ധാരാളമാണ്, അള്ളാഹു തന്നെ മതി എന്ന് പറഞ്ഞ് നമ്മളെ സത്യവിശ്വാസികളെ ഒന്ന് ആശ്വസിപ്പിക്കുകയാണല്ലേ.
പിന്നെ പറഞ്ഞു ഈ വേദക്കാരുടെ ഒരു സ്വഭാവം പറഞ്ഞു, യഹൂദികളായി മാറിയ ആളുകൾ അല്ലേ, യഹൂദരായ ആളുകളെ സ്വഭാവം എന്താ, അവരുടെ വാക്കുകളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് പലതരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്ന ആളുകളാണ്. അവരെന്തു പറയും, ഞങ്ങൾ കേട്ടു പക്ഷെ അനുസരണക്കേട് പ്രവർത്തിച്ചു എന്ന് പറയും. പിന്നെ വസ്മ ഗൈറ മുസ്മഇൻ എന്ന് പറയും, അല്ലെങ്കിൽ റായിന എന്ന് പറയും. അങ്ങനെയൊക്കെ അവരവരെ നാവിനെ വളച്ചൊടിക്കുന്ന ആളുകളാണ്. പക്ഷെ അവർ പറയേണ്ടത് എങ്ങനെയായിരുന്നു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഞങ്ങൾ കേൾക്കണം, ഞങ്ങളെ ഗൗനിക്കണം എന്നൊക്കെയാണ് ഇവർ പറയേണ്ടിയിരുന്നത്. പക്ഷേ ഇവർ വാക്കുകളെയൊക്കെ മാറ്റിമറിച്ചാണ് പറയണത്. ഇങ്ങനെ അവർ നല്ല രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ അവർക്കത് ഏറ്റവും നല്ലതായിരുന്നേനെ എന്നാണ് അള്ളാഹു പറയണത്. പക്ഷെ അവരുടെ ഈ അവിശ്വാസവും കുഫ്രൊക്കെ കാരണം അള്ളാഹുവിൻ്റെ ശാപം അവരിൽ വന്നിട്ടുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു. പിന്നെ അള്ളാഹു ഇവരെ ക്ഷണിക്കുകയാണ്, എന്താ ഈ വേദഗ്രന്ഥത്തിലേക്ക്, ഖുറാനിലേക്ക് ക്ഷണിക്കുകയാണ് അല്ലേ. ഹേ വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ, നിങ്ങൾ എന്താണ് ഞാൻ അവതരിപ്പിച്ച, നിങ്ങളുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവതരിപ്പിച്ച ഈ വേദഗ്രന്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്നാണ് പറയണത്. ഏതിനു മുമ്പായി നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ട ഒരു വലിയ ദിവസം വരാനുണ്ട്. അന്ന് എങ്ങനെയാണ് നിങ്ങളുടെ മുഖങ്ങളെ തുടച്ചു കളയുന്ന ദിവസം, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖങ്ങളെ തിരിച്ചു പിന്നിലേക്ക് തിരിക്കുന്ന ദിവസം എന്നാണ് ഒരർത്ഥം പറയണത്. പിന്നെ ഒരർത്ഥം പറയുന്നത്, നിങ്ങളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഹിജാസിൽ നിന്നും നിങ്ങളെ തിരിച്ച് നിങ്ങളുടെ പഴയ സ്ഥലമായ സിറിയയിലേക്ക് ഓടിപ്പിക്കും എന്നാണ് ഒരർത്ഥം പണ്ഡിതന്മാർ പറയണത് കേട്ടോ. ഉദ്ദേശിക്കുന്നത് ഇതാണ്, പരലോകത്ത് വരാൻ പോണ നിങ്ങൾക്ക്, അല്ലെങ്കിൽ പരലോകത്തിലോ ഇഹലോകത്തിലോ നിങ്ങൾക്ക് വരാൻ പോണ ഒരു നിന്ദ്യമായ ശിക്ഷയുണ്ട്, അത് വരണേൽ മുമ്പായിട്ട് നിങ്ങൾ വിശ്വസിച്ചോളൂ എന്നാണ് അള്ളാഹു പറയണത്. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ മുമ്പ് പറഞ്ഞു ശബത്തിൻ്റെ ആളുകളെ അള്ളാഹു ശപിച്ച് കുരങ്ങന്മാരാക്കിയില്ലേ, ശനിയാഴ്ച മീൻ പിടിക്കരുതെന്ന് പറഞ്ഞ ഒരു സമൂഹത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ സൂറത്തുൽ ബഖറയിൽ. അപ്പോൾ അവരെ കുരങ്ങന്മാരാക്കിയതുപോലെ അങ്ങനെ അതുപോലെയുള്ള ശിക്ഷ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ വിശ്വസിച്ചോ എന്നാണ് അള്ളാഹു പറയണത്. പിന്നെ അവിടെ അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രവർത്തനത്തിൽ വരുന്നത് തന്നെയാണ്, വെറുതെ ഭീഷണിയൊന്നല്ല, ഇതൊക്കെ അള്ളാഹു പ്രവർത്തിക്കണ കാര്യം തന്നെയാണെന്നാണ് അള്ളാഹു ആയത്തിൽ പറഞ്ഞു തന്നത്. പിന്നെ ഏറ്റവും ആശ്വാസം നൽകണ ആയത്താണ് അല്ലേ സത്യവിശ്വാസികൾക്ക്. എന്താ, ശിർക്കല്ലാണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ബാക്കി തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കും. അവിടെ പ്രത്യേകം ഉണ്ട്, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് ആ തെറ്റ് പുറത്തു കൊടുക്കണേ. അപ്പോൾ എന്താണ്, നമ്മൾ മാക്സിമം സൂക്ഷിച്ച് തന്നെ ജീവിക്കുക. എന്നിട്ട് വരണ മാനുഷികമായ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരും. അതിൽ നമ്മളെ വിശ്വാസത്തിൽ കളങ്കമുണ്ടാവാൻ പാടില്ല. അള്ളാഹു അല്ലാണ്ട് മറ്റൊരു ഇലാഹിനെ ഒരു തരത്തിലും നമ്മൾ അള്ളാഹുവിന് സമന്മാരാക്കാൻ പാടില്ല. ഇപ്പോൾ ഒരാൾ സ്വന്തം സ്വത്തിൽ അഹങ്കരിക്കാൻ നിൽക്കുക, ഒരാൾക്ക് കുറേ പൈസ ഉണ്ട്, അയാൾ ആ സ്വത്തിൽ അഹങ്കരിക്കുകയാണെങ്കിൽ അവനും ശിർക്ക് ചെയ്യുന്നവനാണല്ലേ. ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇത് എൻ്റെ അധികാരത്തിലുള്ളത്, ആ അള്ളാഹുവിൻ്റെ അധികാരത്തിന് അവൻ സമം കാണുകയാണല്ലേ, എനിക്കെന്തും ചെയ്യാം. അങ്ങനെയല്ല, അള്ളാഹു തന്നതാണിത്, അല്ലെങ്കിൽ അള്ളാഹു ആണ് എല്ലാം നിശ്ചയിക്കണത് എന്നുള്ള ഒരു ബോധ്യം അത് ഏതൊരു അവസ്ഥയിലും നമുക്ക് ഉണ്ടാവണം എന്നാണ് ഇവിടെ പറയണത്. പിന്നെ പറഞ്ഞെന്താണ്, സ്വന്തം പരിശുദ്ധരാക്കണ ആളുകളെ കുറിച്ച്, അങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾ കണ്ടില്ലേ എന്നാണ് പറയണത്. അപ്പോൾ അതും നമ്മൾ കാണുന്നുണ്ടല്ലേ ഈ ലോകത്ത്. അപ്പോൾ അള്ളാഹു പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചവരെ മാത്രമാണ് അള്ളാഹു പരിശുദ്ധരാക്കണത്. അള്ളാഹു ഒരു തരിമ്പ് പോലും, ഫത്തീല ആ വാക്ക് ഓർക്കണേ, ഫത്തീല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ ഒരു ചാലുണ്ട്, ആ ചാലിലുള്ള നേരിയൊരു നാരിനെയാണ് പറയണത്. അത്ര പോലും അള്ളാഹു ഒരാളോടും അക്രമം കാണിക്കില്ല എന്നാണ് പറഞ്ഞതല്ലേ. പിന്നെ പറഞ്ഞു, ഇവരെ നിങ്ങളൊന്ന് നോക്കിയേ, ഇവരെങ്ങനെയൊക്കെയാണ് അള്ളാഹുവിൻ്റെ മേൽ വ്യാജം കെട്ടി ചമയ്ക്കണത്, അത് തന്നെ മതി അവർക്ക് ശിക്ഷയായിട്ട് അല്ലേ, അവർ ചെയ്യണ ഏറ്റവും വലിയ തെറ്റായിട്ട് അത് തന്നെ മതി എന്നാണ് അള്ളാഹു പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ഈ വേദക്കാരെ കുറിച്ചിട്ടാണ്. ഇവരെന്ത് ചെയ്തു, യഹൂദ പണ്ഡിതന്മാർ കഅബ് ഇബ്നു അഷ്റഫിൻ്റെയും പിന്നെ ഹയ്യിബ്നു അഖ്തബ് എന്ന് പറഞ്ഞ ഈ രണ്ട് പണ്ഡിതന്മാരും കൂടിയിട്ട്, കുറേ ആളുകളും കൂടിയിട്ട് പോയിട്ട് മുശ്രിക്കുകളെ കാണാൻ വേണ്ടി പോയി. അവിടെ ചെന്നിട്ട് പറഞ്ഞു, എന്താണ് അവർ പോയത് എന്തിനാണ്, അവരൊരു കരാറുണ്ടാക്കാൻ വേണ്ടിയാണ്, രഹസ്യമായിട്ടാണ് പോയതല്ലേ. മദീനയിൽ ഉണ്ടാക്കിയ കരാറൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മക്കാരുമായിട്ടൊരു കരാറുണ്ടാക്കാൻ വേണ്ടിയാണ് പോയത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഈ മുശ്രിക്കുകൾ ചോദിച്ചു, നിങ്ങളും വേദക്കാരാണ്, മുഹമ്മദും വേദക്കാരാണ്, ഞങ്ങൾ വേദമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്, പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ വിശ്വസിക്കുക എന്ന് ചോദിച്ചപ്പോൾ ഇവർ എന്ത് ചെയ്തു, നിങ്ങളെ പറ്റിയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ടൊക്കെ ഒരു വിവരണം തരാൻ ഈ യഹൂദി പണ്ഡിതന്മാർ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞെന്താണ്, ഈ മുശ്രിക്കുകൾ പറഞ്ഞു, ഞങ്ങൾ കുടുംബബന്ധം പാലിക്കണവരാണ്, ഹാജിമാർക്ക് ഭക്ഷണം കൊടുക്കും അല്ലേ, വെള്ളം കൊടുക്കും, അതൊക്കെ ചെയ്യും, പിന്നെ കഅബ ശുശ്രൂഷിക്കണത്, കഅബ പരിപാലിക്കണതൊക്കെ ഞങ്ങളാണ്. എന്നിട്ട് അവരെ ഗുണങ്ങളൊക്കെ അവരങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി കുറ്റം പറഞ്ഞ എന്താണ്, അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ കുറ്റം എങ്ങനെയാണ് കേട്ടോ, കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക, പൂർവിക ദൈവങ്ങളെയൊക്കെ എന്താണ് ആക്ഷേപിക്കുക, അതൊക്കെയാണ് ഈ മുഹമ്മദിൻ്റെ പണി എന്നാണ് അവർ പറഞ്ഞത്. ഇതൊക്കെ കേട്ടപ്പോൾ ഈ ജൂതന്മാർ പറഞ്ഞു, കണ്ട അവരെക്കാട്ടും ഏറ്റവും നല്ല ആൾക്കാർ നിങ്ങളാണ് നേർമാർഗം പ്രാപിച്ചത് എന്ന് അവർ പറഞ്ഞു. ആ ഒരു സംഭവമാണ് അള്ളാഹു അവസാനത്തെ ആയത്തിൽ പറഞ്ഞു തന്നല്ലേ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് ബാക്കി അടുത്തൊരു ഓഡിയോയിൽ നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.